ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കെല്ലാവർക്കും ഒരുപാട് ശക്തിയുണ്ട്. പക്ഷേ ആ ഒരു ശക്തി എന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ളതല്ല, സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് ധാരാളം അറിവുകളുണ്ട്. അതുപയോഗിച്ച് നല്ലതെന്താണ് തെറ്റേതാണെന്ന് സ്വയം തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ പലർക്കും പലപ്പോഴും അത് മനസ്സിലാക്കി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാറില്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? അതിൻ്റെ കാരണമെന്നത് സെൽഫ് കൺട്രോൾ എന്ന ശക്തി നമുക്കില്ലാത്തതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കൺട്രോൾ എന്നത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ കോപം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് അത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും മറ്റുള്ളവരോട് ദേഷ്യത്തിൽ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം അത് മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾക്കുള്ള സ്വയനിയന്ത്രണം, സെൽഫ് കൺട്രോൾ അതില്ലാത്തതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പരാജയം. എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ ഒരു മുസ്ലിമിൻ്റെ ലൈഫിൽ ഈമാനിൻ്റെ അടയാളമാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. സെൽഫ് കൺട്രോൾ എന്നത് നമ്മളെ തടയുന്ന ഒരു മതിലല്ല, പക്ഷേ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കവചമാണ്. ഇതൊരിക്കലും കൺട്രോൾ അല്ല, അത് ഫ്രീഡമാണ്. കാരണം ആരാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനെന്ന് നമ്മൾ അറിയണം. തൻ്റെ ഹൃദയത്തെയും ആഗ്രഹങ്ങളെയും സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് സ്വതന്ത്രൻ. ഖുർആനിലൂടെ പറയുന്നു, വിജയിയാവുന്നത് തൻ്റെ ആത്മാവിനെ പവിത്രമാക്കിയവനാണ് എന്ന്. ഇവിടെ പവിത്രമാക്കൽ എന്നത് അർത്ഥമാക്കുന്നത് ആത്മാവിനെ നിയന്ത്രിക്കൽ, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കൽ, സംസാരത്തെ നിയന്ത്രിക്കൽ എന്നതാണ്. നമുക്ക് എല്ലാം പറയാൻ കഴിയും, പക്ഷേ പറയേണ്ടത് എപ്പോൾ, എന്ത്, എത്രമാത്രം എന്നറിയുന്നത് തന്നെയാണ് സെൽഫ് കൺട്രോൾ. ഇന്ന് പലർക്കും ലൈഫിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അവർക്ക് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നത്. കോപം, മോഹം, അസൂയ, അഭിമാനം ഇവ മനുഷ്യനെ അടിമയാക്കുന്ന 4 വാക്കുകളാണ്. സെൽഫ് കൺട്രോൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരാളുടെ ശത്രു എന്നത് പുറത്തുള്ളതല്ല, അവൻ്റെ അകത്ത് തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് കോപം വരുന്നു, അവൻ നിലവിളിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നു. പക്ഷേ കുറച്ച് സമയത്തിനു ശേഷം അവൻ്റെ ആ ഒരു കോപം മാഞ്ഞുപോകും. എന്നാൽ അവൻ്റെ വാക്കുകൾ അത് മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളോളം മുറിവായി നിൽക്കും. ആ ഒരു നിമിഷം നിങ്ങൾ സ്വയം നിയന്ത്രണം ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ശക്തനായത് തൻ്റെ ശത്രുവിനെ കീഴടക്കുന്നവനല്ല, തൻ്റെ കോപം നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്. പ്രവാചകൻ എത്ര തവണ നമുക്ക് അത്ഭുതകരമായ സഹനത്തിൻ്റെ ഉദാഹരണം കാട്ടിയിട്ടുണ്ട്. മദീനയിൽ പ്രവാചകനെ നിന്ദിച്ചവരെ പോലും നബി ക്ഷമിച്ചു. അതാണ് സെൽഫ് കൺട്രോൾ, ഹൃദയത്തിലുള്ള അള്ളാഹുവിൻ്റെ ശക്തി. ഈമാൻ എന്നത് ഒരു നിയന്ത്രണ സിസ്റ്റം തന്നെയാണ്. നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യാത്തത് അത് അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മൾ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം, ഇത് തന്നെയാണ് സെൽഫ് കൺട്രോളിൻ്റെ ഉന്നതമായ രൂപം. റമദാനിൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് മുഴുവൻ ആത്മീയ നിയന്ത്രണത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരു സ്വർഗം തന്നെയായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു സെൽഫ് കൺട്രോൾ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി സാധിക്കുക? 1. കോപം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് കോപം വരുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. 2. ഭക്ഷണം നിയന്ത്രിക്കുക. കുറച്ച് ഭക്ഷണം എന്നത് ഇസ്ലാമിൻ്റെ ശീലമാണ്. 3. വാക്കുകൾ നിയന്ത്രിക്കുക. ഹദീസിലൂടെ പറയുന്നു, ആരൊരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന്. 4. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൺട്രോൾ കൊണ്ടുവരിക. ഓരോ പോസ്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ റെസ്പോൺസും അത് ന്യായമായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5. സമയം നിയന്ത്രിക്കുക. അനാവശ്യമായി നിങ്ങളുടെ സമയം
അത് ഉപയോഗശൂന്യമാക്കരുത്. നിങ്ങൾ സ്വയം നിയന്ത്രണം പരിശീലിക്കുക. ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഓരോ ദിവസവും നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കുക, ഇന്ന് എത്ര തവണ ഞാൻ എൻ്റെ ഹൃദയത്തെ നിയന്ത്രിച്ചു, അല്ലെങ്കിൽ എത്ര തവണ ഞാൻ അഹങ്കാരം അടക്കിയിരുത്തി എന്ന്. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അള്ളാഹ്, എനിക്കെൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി തരണമേ. ഞാൻ തെറ്റു ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന്. ഒരു വ്യക്തി തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അവൻ്റെ ലൈഫിൽ അവൻ വിചാരിക്കാത്ത സമാധാനം കൈവരും. തൻ്റെ ആത്മാവിനെ കീഴടക്കിയവൻ ലോകത്തെ കീഴടക്കുന്നു. തൻ്റെ കോപം ജയിച്ചവൻ അവൻ തന്നെയാണ് യഥാർത്ഥ വിജയി. ഇന്നത്തെ ലോകത്ത് സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും. പക്ഷേ ഒരു വിശ്വാസിക്ക് അത് വീണ്ടും നേടിയെടുക്കാം. ഓരോ പ്രാർത്ഥനയും, ഓരോ ക്ഷമയും, ഓരോ ഇബാദത്തും, അവൻ്റെ ഓരോ മൗനമായ നിമിഷങ്ങളും നമ്മളെ ആത്മീയ നിയന്ത്രണത്തിലേക്ക് വളർത്തും. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, അള്ളാഹുവേ, എൻ്റെ മനസ്സിനെയും എൻ്റെ വാക്കുകളെയും എന്നെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങൾക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും നീ നീതിയായ വഴിയിലേക്ക് കൊണ്ടുവരണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.